കേരളത്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ചെറിയൊരു പട്ടണമാണ് തെങ്കാശി. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ദൈവാനുഭവത്തിന്റെ പാഠങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു വൈദികനുണ്ട്, ഫാദർ രാജേഷ് വയലിങ്കൽ. അവരിലെല്ലാം ക്രിസ്തുവിനെ കാണാനാണ് ഫാദർ രാജേഷ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കൂടാരമാണ് ഇത്, അൻപില്ലം. അൻപുല്ലത്തില് മാനസിക രോഗികളായ മക്കളെന്ന് പറയുമ്പോൾ ഒരു ഗ്രാമം മുഴുവനും ഉപേക്ഷിച്ചവരുണ്ട്. ആ ഗ്രാമത്തിൻ്റെ ശാപമാണെന്ന് കരുതി ആ ഗ്രാമം മുഴുവനും ഏതാണ്ട് ഊരുവിലക്ക് കൽപ്പിച്ചതുപോലെ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ. അതുമാത്രമല്ലാതെ തെരുവോരങ്ങളിൽ നിന്ന് ഭക്ഷണത്തിന് വേണ്ടി പൊറോട്ട സ്റ്റാളുകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ കല്ലെറിഞ്ഞും ഒക്കെ ഓടിച്ച് സമൂഹത്താൽ വെറുക്കപ്പെട്ട കഴിയുന്ന മക്കൾ, മാനസിക രോഗികളായ മക്കൾ. അവരോട് ആർക്കും പ്രത്യേകിച്ച് ഒരു അനുതാപമോ സഹതാപമോ ഒന്നുമില്ല. സാധാരണഗതിയിൽ ഈ സ്പെഷ്യലി ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളുണ്ടല്ലോ, മെൻ്റലി റിട്ടാർഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അങ്ങനെയുള്ള മക്കളെ കാണുമ്പോൾ ആളുകൾക്കൊരു സഹതാപമൊക്കെ തോന്നും. പക്ഷേ ഈ മാനസിക രോഗികളായ ആളുകളോട് ആർക്കും ഒരു സഹതാപമില്ല. എന്നാൽ ഈ മാനസിക രോഗികളായ മക്കളും മനുഷ്യരാ. ആ മക്കളിലും ഈശോ പ്രവർത്തിക്കുന്ന ഈശോ ആ മക്കളിലൂടെ നമുക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം കൊണ്ടു തരികയാണ്. കർത്താവിനെ ശുശ്രൂഷിക്കാൻ ദൈവം നമുക്കൊരു അവസരം തരികയാണ് എന്ന വസ്തുത, അതാണ് അൻപുല്ലം മനസ്സിലാക്കുന്നത്. പാതയോരങ്ങളിലൂടെ സഞ്ചരിച്ച് അനേകർക്ക് കരുണയും സ്നേഹവും പങ്കുവെച്ച് നൽകിയ ഈശോയെ അനുകരിച്ച് ഈ വൈദികൻ വിശക്കുന്നവരെ തേടി തെരുവുകളിൽ അലയുന്നു. അൻപുല്ലത്തിൽ അങ്ങനെയുള്ള 120ഓളം മക്കൾ അൻപുല്ലത്തിനകത്ത് തന്നെയുണ്ട്. ഇതുകൂടാതെ ഒരു 150ഓളം മക്കളെ, ഈ പ്രദേശങ്ങളിലുള്ള മാനസിക രോഗികളായ മക്കളെ അൻപുല്ലം പരാമരിക്കുന്നു. അൻപുല്ലം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അവർക്ക് മെഡിസിൻ, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം, അവർക്ക് വസ്ത്രം, ബേസിക്കായി അവർക്ക് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ക്രിസ്തു തെരുവോരങ്ങളിലൂടെ സഞ്ചരിച്ചു. അവിടെ അവൻ പഠിപ്പിച്ചു, സുഖപ്പെടുത്തി, മാനസാന്തരപ്പെടുത്തി, ഭക്ഷണം നൽകി, അനേകരെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവൻ ദിവ്യകാരുണ്യമായി. ക്രിസ്തു ഇന്നും ദിവ്യകാരുണ്യമായി അവതരിക്കുന്നത് ഈ തെരുവുകളിലൂടെയാണ്. ഒരു മാനസിക രോഗിയായ ഒരു മകനെ കണ്ടാൽ ദിവസങ്ങളോളം അവൻ്റെ കൂടെ ചെലവഴിക്കും. അവൻ്റെ കൂടെ ചായ കഴിച്ച്, അവൻ്റെ കൂടെ വട കഴിച്ച് അച്ഛനെയും നടക്കും. നടന്ന് പതിയെ അവനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കും. അവനോടും കർത്താവിൻ്റെ സ്നേഹം, അവൻ എനിക്കറിയാവുന്ന ഭാഷയിൽ അവനോട് ഞാൻ സംസാരിക്കും. കുറച്ച് കഴിയുമ്പോൾ അഭൂതപൂർവമായ ഒരു ബന്ധം ഞങ്ങളുടെ ഇടയിൽ ഉടലെടുക്കുന്നത് സ്ഥിരമാണ്. അങ്ങനെ തന്നെ പതിയെ ആ ബന്ധത്തിൽ നിന്ന് അധികാരികളെ സമീപിക്കുന്നു. പോലീസ് അധികാരികൾ മുഖേന, തെങ്കാശി കളക്ടർ ഓഫീസ് മുഖേന, ബന്ധപ്പെട്ട ഓഫീസേഴ്സ് മുഖേന, തെങ്കാശി ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റൽ മുഖേന ഇവരെ പരിശോധിച്ച് കൃത്യമാക്കി അൻപുല്ലത്തിൽ കൊണ്ടുവരുന്നു. അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ റൂൾസൊക്കെ ഫോളോ ചെയ്ത് അവരെ കൊണ്ടുവരുന്നു. അവർ അൻപുല്ലത്തിൽ വന്നാൽ പിന്നെ ആഘോഷമാണ്. പൂ കൊടുത്ത് ഞങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ അത് ഈശോയാണെന്ന വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവരോടൊപ്പം ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആ ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവർ പതുക്കെ സുഖമാകും. കർത്താവിൻ്റെ സ്നേഹമാണ് ഞങ്ങൾ ഇവരെ സുഖപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നല്ലാതെ അൻപുല്ലത്തിൽ ഒരു കാര്യവും ഞങ്ങൾ നൽകുന്നില്ല. പരിശുദ്ധ കുർബാനയിൽ അദ്ദേഹം തൻ്റെ മനസ്സും ശരീരവും ചേർത്തു വയ്ക്കുന്നു. പരിശുദ്ധ കുർബാനയാണ് അൻപുല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ അൻപുല്ലം ജീവിതത്തിൻ്റെ കേന്ദ്രവും അതിൻ്റെ തുടക്കവും. ഈ അൻപുല്ലം ജീവിതം തുടങ്ങുന്നതും പരിശുദ്ധ കുർബാനയുടെ ആരാധനയോടുകൂടിയാണെങ്കിൽ അതിനുശേഷം ആഘോഷമായ ബലിയർപ്പണമാണ്. ഇത് പാപമன்னிப்புக்கென்று உங்களுக்காக பிற்கப்படும் என்னுடல் நீங்கள் அனைவரும் இதிலிருந்து வாங்கி உண்ணுங்கள். ദൈവത്തിൻ്റെ വലിയ പരിപാലന പരിശുദ്ധ കുർബാനയിലൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്.
ഏതാണ്ട് ഓരോ 5 നിമിഷവും കൂടുമ്പോഴും, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എവിടെയെങ്കിലും ഒരാൾ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിനെ അല്ലെങ്കിൽ നിത്യസ്തുതിക്കൂരിയ പരിശുദ്ധ പരമ ദിവ്യ നற்കരുണയ്ക്ക് സദാകാലവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഉണ്ടാകടവതേ. അതായത് ആ പ്രാർത്ഥന എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. ഒരു ദിവസം കൊറോണ കാല സമയമാണ്, അരിയെല്ലാം തീർന്നു വരുന്നു. സ്ട്രീറ്റിൽ 250ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കണം. അൻപൂലത്തിനകത്ത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അരി തീർന്നിരിക്കുന്നു. അല്പസമയം കൂടെ വീണ്ടും പള്ളിയിൽ പോയിരുന്ന ആവലാതി പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് തന്നെ ഒരു വക്കീലും ഇറങ്ങി വരുന്നു. വക്കീലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ വക്കീലാ. എന്നാ സാറേ, ഇത് കുറച്ച് അരിയാണ്. മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ മധുര ബെഞ്ച് അൻപൂലത്തിലേക്ക് 2 ടൺ അരി കൊടുത്തയച്ചിരിക്കുക. ഏതോ ഒരാൾക്ക് അരികടത്തൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരാൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ആ ജാമ്യ വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത് അൻപൂലത്തിന് പ്രത്യേകം മെൻഷൻ ചെയ്ത അൻപൂലത്തിന് എന്ന് പറഞ്ഞ് അരി വാങ്ങിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പം ദൈവ പരിപാലന, ദൈവം ആ ജഡ്ജിയിലൂടെ ഇടപെടുകയാണ്. തമിഴ്നാട് ഗവൺമെൻറ്റിലൂടെ ഇടപെടുന്നത്. തിരുനെൽവേലിയിൽ നടന്നു തുടങ്ങിയതാണ്. നടന്ന് പതുക്കെ അത് തൂത്തുക്കുടിയുടെ ഒരു ഭാഗത്ത് ചെന്നു. അവിടെ ജട പിടിച്ച് വളരെ വികൃതമായൊരവസ്ഥയെ ഒരു മോനെ കണ്ടു. അവനോട് വർത്താനം പറഞ്ഞു. അവൻ ഏതാണ്ട് എന്നോട് പറഞ്ഞു. തിരിച്ച് ഞാനും അവനോട് ഏതാണ്ടൊക്കെ പറഞ്ഞു. വർത്താനം അരമണിക്കൂറായി. തിരിച്ച് ഞാൻ പറയുന്ന കടവുൾ അൻപായിരിக்கிறേൻ, അൻപില്ലാത്തവർ കടവുളെ അറിந்து കൊള്ളവില്ലേ, കടവുൾ അൻപായിരിக்கிறേൻ എന്ന് പറഞ്ഞു. അപ്പം അവനും ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്, ഞാനും ചിരിക്കുന്നുണ്ട്. 2 വട്ടന്മാരെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു ആളുകളെല്ലാം ഒരുമിച്ച് കൂടി. ആളുകൾ കുറച്ച് പേരൊക്കെ ഒരുമിച്ച് കൂടിയപ്പോൾ അവരോടും ഞാൻ ഈശോയുടെ സ്നേഹത്തെ പറ്റി പറഞ്ഞു. ഈശോയാണ് രക്ഷിക്കുന്നത്, ഈശോയുടെ സ്നേഹമാണ് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. തിരിച്ച് പോരുമ്പോൾ അവർ ചോദിച്ചു, അച്ഛന് തിരിച്ചു പോരുമ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി മീൻ കിട്ടുമോ ഈ ഭാഗത്തുള്ള? അച്ഛൻ എത്ര വേണം? 3 4 എത്ര കിലോ മീൻ വേണം? 150 കിലോ മീനാ മാസത്തിലല്ല 2 മാസം കൂടുമ്പോഴൊക്കെ അവിടം വരെ പോയാൽ അവർ തരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം എല്ലാ തരത്തിലും ചെറിയ മക്കളുടെ ശുശ്രൂഷയിൽ കൂടെയുണ്ട്. നമ്മൾ അൻപൂലത്തിലെ ശുശ്രൂഷകൾ അനന്തമായ ദൈവ പരിപാലനയുടെ പരിശുദ്ധ കുർബാനയുടെ വലിയ തണലിലാണ് ദൈവം നടത്തുന്നത്. ഈ കാടിനകത്ത് നാട്ടിലെ അച്ഛന് വേണമെങ്കിൽ, നാട്ടിലാണ് ഈ സ്ഥാപനമെങ്കിൽ നാട്ടിലെ അച്ഛന് വേണമെങ്കിൽ വിളിച്ചിട്ട് നല്ല രീതിയിൽ വിളിച്ചിട്ട്, തോമാച്ച ഒരു 10 ചാക്കരി ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ കേൾക്കുന്നത് കുറച്ച് ആനകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ആനകളും കുറച്ച് പുലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കത്തുള്ളൂ. ഇതിന് ചുറ്റും കാടാ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാത്രമേ ഗ്രാമമുള്ളൂ. അപ്പോൾ ഈ പ്രദേശത്തും ഇവിടെയും ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പ്രഘോഷിക്കുവാൻ ദൈവം നമ്മളെ കടമപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ കടമപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ചെറിയവരോട് പോയി കർത്താവിൻ്റെ സ്നേഹം പറയാൻ വേണ്ടി, ടു റീച്ച് ഔട്ട്. നമ്മൾ അനുഭവിച്ച കർത്താവിൻ്റെ സ്നേഹം പുറത്തേക്ക് ഒഴുക്കുക. അതാണ് കർത്താവ് ശംശ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് ചെയ്യാനുള്ള എളിയ പരിശ്രമമാണ് ഞങ്ങൾ അൻപൂലത്തിലൂടെ ചെയ്യുന്നത്. ഇവിടെ അൻപൂലത്തിൻ്റെ ഭാഗമാകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈശോയുടെ ഈ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നതിൽ, അതിന് ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. അൻപൂലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ കിട്ടുന്ന ശക്തി സംഭരിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും പ്രഭാതത്തിന് ഞങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത്. അതിനുശേഷം ആ കുർബാന ഞങ്ങൾ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഓരോ മക്കൾക്കും ഞങ്ങളാലാകുന്ന രീതിയിലുള്ള സഹായങ്ങളും അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അവരിൽ ഈശോയെ തന്നെ കണ്ടെത്താനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് തെരുവിൽ നിന്നൊക്കെ നമ്മളൊരു മക്കളെ എടുത്തിട്ട് വരുമ്പോൾ അവരെ ആദ്യമായി തന്നെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ ഇടിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക്. മാനസിക ഉല്ലാസത്തിലൂടെയാണ് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. രാവിലെ 6 മണിക്ക് എണീൽക്കുന്നു. തുടർന്ന് വ്യായാമങ്ങൾ, ഭക്ഷണം, ജോലികൾ, ചികിത്സകൾ, കലാപരിപാടികൾ, ഇവയിലൂടെ ഇവർ ഒരു തിരിച്ചുവരവിന് ശ്രമം നടത്തുന്നു. അൻപൂലത്തിൽ ഒന്ന് പറയാം, ഇവിടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇല്ല.
ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സുവിശേഷ പ്രഘോഷണവുമാണ് ഈ ചെറിയവലിലൂടെ ചെയ്യുന്നത്. പാതയോരങ്ങളിലൂടെ സഞ്ചരിച്ച് അനേകർക്ക് കരുണയും സ്നേഹവും പങ്കുവെച്ച് നൽകിയ ഈശോയെ അനുകരിച്ച് ഈ വൈദികൻ വിശക്കുന്നവരെ തേടി തെരുവുകളിൽ അലയുന്നു. ക്രിസ്തു ഇന്നും ദിവ്യകാരുണ്യമായി അവതരിക്കുന്നത് ഈ തെരുവുകളിലൂടെയാണ്. ഇവിടെ കർത്താവിൻ്റെ കരുണ പങ്കുവെച്ചു കൊടുക്കുകയാണ് ഈ വൈദികൻ.